പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി മുഖ്യമന്ത്രി കോൺഗ്രസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇക്കാര്യത്തിൽ നിങ്ങളുടെ നിലപാടെന്താണ് എന്നാണ്. കോൺഗ്രസ് ഇതിന് കൃത്യമായൊരു മറുപടി ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഈ വിഷയമുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ചോദിച്ചു, ഏത് പേജിലാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത്? പ്രത്യേകമായ ഒരു പേജിലും ഇത് പറഞ്ഞിട്ടില്ല, 8-ാം പേജിൽ ഇത് പറഞ്ഞിട്ടില്ല എന്ന് വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെ ആ ഒരു വിവാദം വളരെ ശക്തമായി തന്നെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ ഒരു വാർത്ത വന്നു. അതായത് കോൺഗ്രസിൻ്റെ കരട് പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതിയെക്കുറിച്ച് കൃത്യമായ പരാമർശമുണ്ടായിരുന്നു. CAA പിൻവലിക്കും എന്ന് കരട് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് ഭേദഗതി ചെയ്യും എന്ന് ഉള്ള വാഗ്ദാനമുണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം ഈ പ്രകടന പത്രിക പുറത്തിറങ്ങുന്നതിന് തൊട്ടു മുമ്പ് അത് ഒഴിവാക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കൾ തീരുമാനിച്ചു എന്ന വാർത്തയാണ് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് ഈ ഒരു സമീപനം എടുത്തു എന്ന ചോദ്യത്തിന് വളരെ കൃത്യമാണ് ഉത്തരം. ഉത്തരേന്ത്യയിലെ ഹിന്ദു വോട്ടർമാരെ പ്രീണിപ്പിക്കുക, ഇങ്ങനെ പൗരത്വ ഭേദഗതി വിഷയത്തിൽ തങ്ങൾ ഒരു നിലപാടെടുത്താൽ അത് തങ്ങളുടെ സാധ്യത ഇല്ലാതാക്കും എന്നൊരു ഭയം കോൺഗ്രസിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് പിന്മാറിയത്. കോൺഗ്രസ് ഇപ്പോൾ നെഹ്റുവിൻ്റെ കാലത്തെ കോൺഗ്രസോ ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ കോൺഗ്രസോ ഒന്നുമല്ല. ഇപ്പോൾ നരേന്ദ്രമോദിയെയും BJPയെയും ഭയക്കുന്ന ഒരു പാവം കോൺഗ്രസ്സായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നമ്മൾ ഈ കാര്യത്തിൽ കണ്ടത്. അതിനെക്കുറിച്ച് അവസാന നിമിഷമാണ് ഇക്കാര്യത്തിൽ ഒരു അട്ടിമറി സംഭവിച്ചത് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. CAA വിഷയം സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു നിലപാട് കോൺഗ്രസ് എടുത്തിരുന്നു. കോൺഗ്രസ് പ്രകടന പത്രികയുടെ കരടിൽ പൗരത്വ ഭേദഗതി വിഷയം ഉണ്ടായിരുന്നുവെന്ന് ആധികാരികമായി പ്രീത നായർ തൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നേതാക്കൾ ഇടപെട്ട് ഒഴിവാക്കിയെന്നാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഒഴിവാക്കിയത് CAA പിൻവലിക്കും അല്ലെങ്കിൽ ഭേദഗതി ചെയ്യും എന്ന ഭാഗമാണ് പ്രകടന പത്രികയിൽ നിന്ന് അവസാന നിമിഷം പിൻവലിച്ചത്. ഉൾപ്പെടുത്തിയത് BJPയുടെ കരിനിയമങ്ങൾ പിൻവലിക്കുമെന്ന വാഗ്ദാനം. അതായത് ഈ ഒരു പ്രത്യേകമായ നിയമത്തെക്കുറിച്ച് പറയാതെ മൊത്തത്തിൽ BJP സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങളെല്ലാം പിൻവലിക്കും എന്നൊരു വാഗ്ദാനമാണ് ഇത് സംബന്ധിച്ച് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. ഉത്തരേന്ത്യയിലെ ഹിന്ദു വോട്ടുകൾ നഷ്ടമാകുമെന്ന ഭയമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അമ്പലങ്ങൾ കയറിയിറങ്ങുന്നു, ഹോമങ്ങളിൽ പങ്കെടുക്കുന്നു, ഞാനൊരു കാശ്മീരി ബ്രാഹ്മണനാണെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ആ രീതിയിലെല്ലാം കഴിയുന്നത് പോലെയെല്ലാം ഹിന്ദു സമൂഹത്തെ പ്രീണിപ്പിക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് ഒട്ട് വിജയിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം ഇതാണ്. പൗരത്വ ഭേദഗതി വിഷയത്തിൽ ഒരു വിശദീകരണവും ഇതുവരെ കോൺഗ്രസ് നൽകിയിട്ടില്ല. ഭാരത് ജോഡോ യാത്രയിൽ ഏതാണ്ട് 4000 കിലോമീറ്റർ രാഹുൽ ഗാന്ധി നടന്നു. ഒരിടത്ത് പോലും ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചില്ല.